ബേക്കറിൻ്റെ അവിടെ ചോദിച്ചാൽ മതി, പക്ഷേ ഇവിടെ ഇല്ല എത്ര അപ്പുറ സൈഡ് പോകണം എന്നുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ സാധനം വാങ്ങാൻ ബുദ്ധിമുട്ടല്ലേ, ഇതൊക്കെ ഇഷ്ടമാട്ടിൽ വാങ്ങും. നല്ല രസമാണ്. വീട്ടിലത്തെ വാതിൽ നല്ല സാധനം വാങ്ങി പോയിട്ട് വാങ്ങുന്ന കാര്യമൊക്കെ ഭയങ്കര ടഫസ്റ്റാണത്, പോയിട്ട് സാധനങ്ങൾ ഓരോന്നായിട്ട് വാങ്ങാന്നുള്ളത്. ഗൈസ് എനിക്ക് എന്താ അറിയാം പ്രോബ്ലം, താഴെ നോക്കുന്നതാണ് പ്രശ്നം കേട്ടോ. ഇത് ഇതൊക്കെ പോലെ, പക്ഷേ ഇവിടെ കുട്ടികൾക്കൊക്കെ സേഫ് ഉണ്ട് കേട്ടോ. ഇത് ഗ്ലാസ്സാണ് ഇവിടെ വരെ, നമ്മൾ നിൽക്കുന്ന പകുതി വരെ ഇവിടെ ഗ്ലാസ്സാണ്. ബാബാ കോടി കളിക്കല, എനിക്ക് പേടിയൊന്നും ഓടി കളിക്കല ചോബി. ബാബാ ബാ കളിക്കല, ബാ മതി. ഗൈസ് ബാംഗ്ലൂർ തന്നെ കേട്ടോ, ബാംഗ്ലൂർ. വന്നു ബാ. ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ് ഇൻ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിട്ട് ഇവിടെ പറഞ്ഞ വാ ചോബി, ഡ്രസ് ഇട്ട് വാ, ഇത് ചെരുപ്പിട്ട് വാ പോയി ഞമ്മ പോവാ. ബാ വരുന്നുണ്ടാ? ഓക്കെ ഞാൻ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെ ദോശക്കടയുണ്ട് എത്ര. അപ്പോൾ ദോശ എന്തെങ്കിലും വാങ്ങാം, ഇന്നതായിട്ട് പരിപാടി. ഉണ്ടാക്കണമൊന്നും കഴിയൂല, ജസ്റ്റ് ഒന്ന് വന്നിട്ട് 30 മിനിറ്റ്സ് ആയിട്ടില്ലല്ലോ. സോ ദോശയ്ക്ക് കഴിച്ചിട്ട് ചായക്ക് കുടിച്ചിട്ട് പിന്നെ നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരത്തെ പരിപാടിയൊക്കെ നോക്കുക. വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കണം അതൊക്കെ പിന്നത്തെ പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ബാംഗ്ലൂർ നിങ്ങൾ നോക്കുന്നത്. എൻ്റെ ഡേയ്സ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. വേസ്റ്റ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, നമ്മളെ ബാംഗ്ലൂർ തന്നെ മതി നമുക്ക് തോന്നുന്നത്. ബാംഗ്ലൂർ കേരള ഭയങ്കര ക്ലീനാണ് കേട്ടോ. ഇവിടെ ഒരു ദിവസം വേസ്റ്റ് ഇടാൻ വന്നില്ലെങ്കിലുണ്ടല്ലോ നാട്ടിലത്തെ അവസ്ഥ ഇതായിരിക്കും അത്രേ. എല്ലാം എവിടെ വേസ്റ്റ് കിട്ടും അവിടെ പോയിട്ട് വേസ്റ്റ് ഇടും അത്രേ. അപ്പോൾ ഇത്രയും വലിയ ബാംഗ്ലൂർ സിറ്റി ആയിട്ടൊരു വേസ്റ്റിൻ്റെ ഫെസിലിറ്റീസ് ചെയ്തില്ലെങ്കിൽ എന്താവല്ലേ അവസ്ഥ. പിന്നെ ഇവിടെ ഉണ്ട് പെർഫ്യൂമുണ്ട്, ഇതുപോലത്തെ വേസ്റ്റ് ഇടുന്ന ഒരു പെർഫ്യൂമിൻ്റെ ഒരു ഏരിയ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ ബാംഗ്ലൂർ പറയുന്നത് അത്ര ക്ലീൻ അല്ല. ഇവിടെ ഒരുപാട് പട്ടിക്കല്ലും ഒരുപാട് പശുക്കൾ ഒക്കെ റോഡ് സൈഡ് നടക്കുന്നുണ്ട് കേട്ടോ. അത് എനിക്കാണെങ്കിൽ പട്ടികളുണ്ടെങ്കിൽ ഞാനില്ല, ഭയങ്കര പേടിയാണ്. ഇപ്പം ഞാൻ വന്നത് ഒരു ദോശ വാങ്ങാൻ വേണ്ടിയിട്ട്. അതിവിടെ സൈഡിലുണ്ടെന്ന് പറഞ്ഞു, ഞാൻ തപ്പിക്കൊണ്ട് വരാണ്, എനിക്കറിയില്ല കേട്ടോ ബേക്കറിൻ്റെ അടുത്താണെന്ന്. ಇಲ್ಲಿ ದೋಸೆ ಎಲ್ಲ ಸಿಗ್ತದೆ ಅದಲ್ಲಿ ಶಾಪು. അപ്പോൾ അവളിവിടെ പറഞ്ഞ് ഇച്ചൻ്റെ അടുത്ത് ബേക്കറിൻ്റെ അവിടെ ചോദിച്ചാൽ മതി, പക്ഷേ ഇവിടെ ഇല്ല എത്ര അപ്പുറ സൈഡ് പോകണം എന്നുള്ളത്. അവൾക്കൊന്ന് വിളിക്കട്ടെ ഫോണ്, ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞു. ടൂ ലേറ്റ് ഓക്കെ. നോക്കാം, നമുക്ക് ചോദ്യം തോന്നായിരിക്കും. അങ്ങനെ ഗൈസ് ബാംഗ്ലൂർ വൈബ്. ഇത് ഇത്ര ഏട്ടത്തിൻ്റെ ഏരിയ ആണ്. പിന്നെ ഇവിടുത്തെ വേറൊരു സ്ഥലമുണ്ട് കേട്ടോ, നല്ല രസമുള്ള സ്ഥലമാണ്. തിരിച്ചു വരണം, ഫോൺ എടുക്കുന്നില്ല ഞാനുണ്ടല്ലോ. എനിക്ക് ഒരേ പേടിയുള്ളൂ, പട്ടി എൻ്റെ ബാക്കിൽ വരുമെന്നുള്ളൊരു പേടിയാണ്. പട്ടികളുണ്ട് ഗൈസ് ഒരുപാട് ഇവിടെ, അത് മാത്രം പേടി, വേറെ ഒന്നുമില്ല. ബാംഗ്ലൂരിനോട് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതാ വീട്ടിലത്തെ വാതിൽക്ക് വരട്ടോ, ഓർഡർ ചെയ്ത സാധനം ഫുഡ് ഐറ്റംസ് കേട്ടോ. കുട്ടികളെല്ലാം ഉള്ള വീടാണെങ്കിൽ നല്ല രസമല്ലേ. എന്ത് സാധനം പോയിട്ട് വാങ്ങണമെന്നില്ല, എല്ലാ വീട്ടിൻ്റെ വാതിലൊക്കെ തന്നെ വരും. അപ്പോൾ ഇത്ര അണ്ടർ 100-200 റുപ്പീസ് ആണെങ്കിൽ എന്തോ 60 റുപ്പീസ് പേ ചെയ്യണം ആയിരിക്കും. മാക്സിമം 2000 എബോവ് ഓർഡർ ചെയ്യുന്നെങ്കിൽ ഫ്രീ ഡെലിവറി ആണ്. അപ്പോൾ ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ഇവൾക്ക് അതാണ്, കുട്ടികൾക്ക് 3rd ഫ്ലോർ ഇങ്ങനെ കയറി വരണം, ലിഫ്റ്റ് ഫെസിലിറ്റീസ് ഇല്ല. കുട്ടികളെപ്പോഴും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ സാധനം വാങ്ങാൻ ബുദ്ധിമുട്ടല്ലേ, ഇതൊക്കെ ഇഷ്ടമാട്ടിൽ വാങ്ങും. നല്ല രസമാണ്. വീട്ടിലത്തെ വാതിൽ നല്ല സാധനം വാങ്ങി പോയിട്ട് വാങ്ങുന്ന കാര്യമൊക്കെ ഭയങ്കര ടഫസ്റ്റാണത്, പോയിട്ട് സാധനങ്ങൾ ഓരോന്നായിട്ട് വാങ്ങാന്നുള്ളത്. പക്ഷെ ഞങ്ങൾ എൻ്റർടൈൻമെൻറ്റും ആണ് വാങ്ങുന്നത്, ടൈം പാസ്സാണ്, അങ്ങനെ ഉണ്ട്. അവൾക്കത് തീരെ താല്പര്യമില്ല, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം, അങ്ങനെയുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഇഷ്ടമാട്ടിന്നാണ് കേട്ടോ ഓർഡർ വന്നത്. അവൾ പാല് ദോശമാവും പീനട്ട് ചട്നി, പിന്നെ അത് ഇത്രയ്ക്ക് ഓർഡർ ചെയ്തിട്ടോ. പിന്നെ ചട്നി, കോക്കനട്ട് ചട്നി, റെഡിമെയ്ഡ് പീനട്ട് ചട്നിയാണ് കോക്കനട്ട് ചട്നി കിട്ടി അവൾക്ക്. അതന്നെ അവൾ ഓർഡർ ചെയ്തു. നല്ല രസമല്ലേ, ഇഷ്ടമായിട്ടുള്ളത്.
എവിടെ പോകണ്ട വരണ്ട. നല്ല രസകരമായ ഒരു കാര്യം ഇതല്ലേ. പീനട്ട് ചട്നി, കോക്കനട്ട് ചട്നി, ദോശമാവ്. ഇവിടെ കട്ടൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ടനുള്ള ചായയാണല്ലേ? കട്ടനാണ്. എല്ലാവർക്കും വിശക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ബിസ്ക്കറ്റ് തരാനാണ്. ആദ്യം നമ്മൾ ബിസ്ക്കറ്റ് ചായ കുടിക്കാന്ന് പറയുന്നത്. ബിസ്ക്കറ്റ് ചായ കുടിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നാശ ഉണ്ടാക്കാൻ. വിശക്കുന്നത് വന്ന ആ ഒരു ക്ഷീണം. പിന്നെ വന്നിട്ട് നമ്മൾ ലഗേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഹോട്ടലിൽ കയറണമെന്നും പറ്റില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നു. നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു കട്ടൻ ആൻഡ് ബിസ്ക്കറ്റ് അങ്ങനെ കഴിക്കും, വീട്ടിലത്തെ പോലെ തന്നെ. അറിയില്ല കാര്യങ്ങൾ എന്താണെന്നുള്ളത്. നന്നായിട്ട് കഴിക്കാണ് കുട്ടികൾ. നന്നായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചട്നി ഇല്ലേക്കിട്. കുറച്ച് വിശപ്പ് മാറാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് ചട്നി. നിനക്കിട ഇത് കുറഞ്ഞ കണ്ണു മുളകിട്ടു. ഞാൻ ആണ്ടി മുളകാക്കി വെച്ചിക്കണ്. ടേസ്റ്റ് പീനട്ട് ചട്നി. ടൂ മച്ച് ടേസ്റ്റ് കേട്ടോ പീനട്ട് ചട്നി. ഇഷ്ടേത് ചട്നി ഇഷ്ടപ്പെട്ട? രണ്ടും. ഇത് കൊക്കനട്ട് അത്ര ടേസ്റ്റ് ഇല്ല. പക്ഷെ പീനട്ട് ചട്നി ഹൗസാണ്. യമ്മി 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 യമ്മിയ. ഹോട്ടൽ പോലത്തെ ചായ കേട്ടോ. അത് നോക്കൂ ചട്ടനി ഇട്ടിട്ട് തിന്നുന്ന കാണുന്നില്ല. അതേപോലെ ഉണ്ട് ഇതിൽ. ചട്ടനി ഇട്ടിട്ടിട്ട് അവർ കളിക്കുക. നല്ല ചായ ഉണ്ട് കേട്ടോ. നല്ല ഏട്ടത്തിൻ്റെ ചായ. ബാംഗ്ലൂരിൻ്റെ സ്ഥിതിയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. നമ്മളെ ഏട്ടത്തിൻ്റെ ചിക്കൻ ഗ്രീൻ കറിയാണ് കേട്ടോ. പിന്നെ ഒരു സൈഡ് ലെവല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേണ്ട ചിക്കൻ ഗ്രേവിയാണ് ഇവിടുത്തെ സ്പെഷ്യലാണ്, ബാംഗ്ലൂർ സ്പെഷ്യൽ. അപ്പോൾ ബിരിയാണി മസാലൻ്റെ ആ സ്മെല്ല് വരുന്നുണ്ട്. പുതിന മിൻറ്റൊക്കെ ഇട്ടിട്ട്. പുതിന മിൻറ്റ് സെയിം അല്ല, കൊത്തമ്പരി ചുട്ടല്ല, മല്ലിച്ചപ്പ്. ഷട്ടിത് നല്ല ഡിഷോ ആയിട്ടിത് വീഡിയോ കട്ടു. എന്നൊക്കെ ഹെൽപ്പ് ആക്കുന്ന നോക്കൂ ചോബ്. ഫുള്ള് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിലും ഉമ്മച്ചേന്ന് വലിച്ചെന്നെ വിളിക്കുകയാണ്. എത്രയും ബിസി ആണെങ്കിൽ വരുന്നത്. ഈ മോൾ മാത്രമാണ് കേട്ടോ. ഇവൾ മാത്രമാണ് വരുന്നത്. ഉമ്മച്ചേന്ന് വിളിച്ചിട്ട്. ബാക്കിയുള്ളവരെ വയറ് മാത്രം നോക്കാൻ നോക്കും. അപ്പം നമ്മളെ ചിക്കൻ കറി ഇട്ടോട്ടെ. എനിക്ക് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമായിട്ടാ. എരിവൊക്കെ ആയിട്ട്. പിന്നെ പയർ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ അവിടെ നോക്കാം. എന്തിനാ അയ്യോ ഇത് നോക്ക്. മൊയ്സെല്ലാം ഇടുന്നു കഴിച്ചു. മൊയ്സെല്ലാം സ്വന്തമായിട്ട് ഇടുന്നു. മൊയ്സ് ടേസ്റ്റ് ഉണ്ടോ കറി ടേസ്റ്റ് ഉണ്ടാ? സ്വന്തമായിട്ടത്. അപ്പോൾ വൈകുന്നേരത്തെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ, എന്താ പരിപാടി ചോബി? ഒരു ഗ്ലാസ് ചായ ആൻഡ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആയിട്ടാണ് കേട്ടോ. ഇതൊക്കെ മെമ്മറീസ് ഉണ്ട്, ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത്. വാവ്. പിസ്സ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ വെയിറ്റ് ആക്കാണ് പിസ്സക്ക് വേണ്ടി. പിന്നെ ഇതാ ഇവിടെ നിന്നിട്ട് അത് പിസ്സ വെയിറ്റ് ചെയ്ത് ഏത് ഫോട്ടോ ആക്കണം. അപ്പോൾ ഇതാ മൊയ്സിൻ്റെ ടോയ് സെക്ഷനാണ് കേട്ടോ. ഇത് മൊയ്സിൻ്റെ ടോയ് സെക്ഷനാണ്. കാണിക്കട്ടെ. വാവ്, മൊയ്സാണ് ഇത് സെറ്റാക്കി വെച്ചത്. മൊയ്സിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ടോയ്സ് എല്ലാം. ഓക്കെ ശരി. അത് മൊബൈലാണ്. ഇതെന്താ? ഫുഡ് മേക്കറാ? ഓക്കെ ഗ്യാസ്. അതെന്താ സാധനങ്ങളാണോ ഫുഡ് ഇടാ? ഓ, ഉമ്മച്ചിക്ക് എന്തുണ്ടാക്കി തരും? ഉമ്മച്ചിക്ക് എന്തുണ്ടാക്കി തിരക്കട്ടെ. ഇതിക്ക് മൊയ്സിന്റെ ഷോപ്പാണ്. ഓക്കെ ഇത് മൊയ്സിന്റെ ഷോപ്പാ. നീ ടിവിന്റെ അടുത്ത് കളിക്കാൻ പാടില്ലായിരുന്നു കുഞ്ഞി. അവിടെ താഴെ ഇരിക്കണായിരുന്നു.
ചെറിയ ടി വി കുറച്ച് തട്ടി പോയാൽ സൊമാറ്റോ കാണുന്നതേ. ഹലോ 1 get 1 ഫ്രീ കേട്ടോ. ഫ്രീ എന്താണ് ഫ്രീ? പിസ്സ. അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇവർക്ക് കുട്ടികൾക്ക് പിസ്സ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത്ര ഇഷ്ടമൊന്നുമില്ല. ടേസ്റ്റ് ഇങ്ങനെ ഒരു കഷ്ണം ഇങ്ങനെ കഴിക്കല്ലാതെ കഴിക്കണമെന്നുള്ളൊരു ക്രേസ് ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഗൈസ് എനിക്ക് എന്താ ഒരു പ്രോബ്ലം, താഴെ നോക്കുന്നതാണ് പ്രശ്നമായിട്ട്. ഇത് ഇവരൊക്കെ പോലെ. പക്ഷേ ഇവിടെ കുട്ടികൾക്കൊക്കെ സേഫ് ഉണ്ട് കേട്ടോ. ഇത് ഗ്ലാസ്സാണ്. ഇവിടെ വരെ നമ്മൾ നിൽക്കുന്ന പകുതി വരെ ഇവിടെ ഗ്ലാസ്സാണ്. കണ്ടോ, അതൊക്കെ സേഫ് ചെയ്തിരിക്കണം. ഇത് മോളാട്ടോ, സ്ലാബിൻ്റെ മോളാണ്. ഇത് താഴാണ്. കണ്ടില്ല, സേഫ് ആക്കിക്കണം ഇതൊക്കെ. അത് പ്രശ്നമില്ല. ഇവിടെ ആണെങ്കിലും ഒരാൾ നിൽക്കുന്നത് സേഫാണ്. പിന്നെ ഇവിടെ ഡ്രില്ലൊക്കെ ഇട്ടിട്ട് കാര്യമില്ല. ബാ പോണ്ട ബാ, നെല്ലൊക്കെ ഇപ്പോൾ പോണ്ട ഇഷോ. മച്ചി പറഞ്ഞത് കേൾക്ക. അത് സാൻഡാ അരിയല്ലത്, എന്തോ ഒരു പൊടിയാണ്. കോഴി എന്തെങ്കിലും ഇട്ടിട്ടുണ്ടാവും. ഓ ഇതെന്നെ വിളിക്കുന്നു. പക്ഷേ ഇവൾക്ക് എന്ത് ഭയങ്കര രസമാണ് പുറത്തൊക്കെ വരണമെന്ന് പറഞ്ഞാൽ. അത് കഴിക്കരുത്. ബോ സോളർ ഗ്ലാസ്സിലെ പൊട്ടിയത് കണ്ടില്ലുണ്ട്. ശോഭി ഓടി പോയിട്ടാ. ബാബാ കോടി കളിക്കല, എനിക്ക് പേടിയൊന്നു. ഓടി കളിക്കല ശോഭി. ബാബാ കളിക്കല, മതി. ബാംഗ്ലൂർ തന്നെ കേട്ടോ. ബാംഗ്ലൂർ വന്നു. ആൻറ്റി വിളിക്കുന്നു. പോയി ചീത്ത പറയുമ്പോൾ ആൻറ്റി ഇവിടെ കാറൊക്കെ വെച്ച് കാട്ടി. കാറിന് കുട്ടികൾ കണ്ടാൽ മേൽത്തോടും. ഇവിടെ വെച്ചത് കളിക്കാൻ എടുക്കും. അപ്പം മോള് വരാതിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബാംഗ്ലൂർ എപ്പോഴും ബാംഗ്ലൂർ തന്നെയാണെന്ന്. ബാംഗ്ലൂർ. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് അവിടുത്തെ ക്ലൈമറ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. സോ ഇവിടെ ഇഷ്ടമാണ്, അവിടെ ഇഷ്ടമാണ്. അവിടെ ഭയങ്കര ചൂടും ഇവിടെ ഭയങ്കര തണുപ്പും. പക്ഷെ ഇവിടുത്തെ വെയിലത്തിൽ വേർക്കുന്നില്ല, കറൻസിനാണ്. അതെ. ആൻറ്റി എന്തിനാ വിളിച്ചേ? ഓ പിസ്സ വന്നു. ഓ സബറ ആൻറ്റി ഒക്കെ പഠിച്ചു എന്തോ ഇതൊന്ന് എക്സ്ട്രാ തന്നിക്കണ പൊടി, അതിന് മോളെ ഇടാൻ വേണ്ടിയായിരിക്കാം. കണ്ട ഗൈസ്, പിസ്സ കാണാൻ തന്നെ വേണ്ട തോന്നുന്നു. നിക്ക് സെയിം ആണ് കേട്ടോ, രണ്ടും സെയിം അല്ലടി. ബാങ്കാവുന്ന ടൈമാണ് കേട്ടോ നമ്മൾ പിസ്സ കഴിക്കുന്നത്. കുറെ കഷ്ടത്തടി ചാടി മേടി. എനിക്ക് പിസ്സ അത്ര ഇഷ്ടമല്ല. ഇവരാണ് പിസ്സൻ്റെ ആൾക്കാർ. എന്താ നിനക്കത് നിനക്ക് വഹിച്ചിട്ടൊക്കെ തിന്നുന്നേ. സോസൊക്കെ ഇടുന്നുണ്ട്. നോക്ക് മൊയ്സ് എങ്ങനെയുണ്ട് മൊയ്സ് പിസ്സ? പിസ്സ എങ്ങനെയുണ്ട് മൊയ്സ? ടേസ്റ്റ് ഇല്ല? എനിക്ക് കട്ടൺ മതി. കട്ടൺ വിത്ത് ഫസ്റ്റ് അത് തിന്നട്ടാ.